എത്രയും പെട്ടെന്ന് ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള മട്ടിലല്ലേ നീ അവിടെ ഇരുന്നേ? അയ്യോ, അതിനൊരു കാരണമുണ്ട് മീനു. എന്ത് കാരണം? നിനക്ക് എന്നെ ഒഴിവാക്കണം, അത്ര തന്നെ. അയ്യോ, അങ്ങനെ നീ ചിന്തിക്കല്ലേ. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം? എന്റെ പൊന്നു മീനു, നമ്മുടെ ഈ ബന്ധം ഗിരിയാണോ പാർച്ചേച്ചി അറിഞ്ഞാ അവരപ്പ തന്നെ പോയി അച്ഛനോട് പറയും. അതുണ്ടാവാതിരിക്കാൻ അല്ലേ ഞാൻ അവിടെ വെച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നത്. പറഞ്ഞു സാർ. ഓ, നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഓ, പത്മനാഭ, അലക്സ് മാത്യു വന്ന് തന്നോടൊരു കാര്യം പറഞ്ഞിട്ട് എത്ര നാളായി? അതെന്താ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? എന്തിനാ ഇത്ര താമസം? അല്ല, അതെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇത്തിരി തിരക്കിലായി പോയതുകൊണ്ടാ. അല്ല, ഇനി വൈകിപ്പിക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇടപാട് നടത്താം. നിങ്ങളുടെ തിരക്കൊന്നുമല്ല ഈ ഇടപാട് ഇങ്ങനെ വൈകുന്നതിന് കാരണം. അതൊക്കെ എനിക്ക് നന്നായി അറിയാം. എന്ത് കാരണം? സാറേ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. താൻ ഇങ്ങനെ ഉരുളരുത്. ഇടപാട് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടേതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ 150 ഏക്കർ വസ്തു അത് നിങ്ങളുടെ പേരിലല്ല. അത് തന്നെയാ കാരണം. ആ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ നിങ്ങളല്ല മിസ്റ്റർ പത്മനാഭൻ. ഗിരി എന്നൊരാളാണ്. അയാളുടെ പേരിലാ വസ്തു. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? പത്മനാഭ, ഇതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പോഴും നിങ്ങളുമായി ഇടപാട് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് ബാധ്യതകൾ തീർത്ത് വസ്തു നിങ്ങളുടെ പേരിലാക്കണം. അങ്ങനെ ആയാൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും. അല്ല, അതോ ഉടനെ തന്നെ എന്റെ പേരിൽ മാറ്റിയെടുക്കും. അതിനുള്ള നീക്കങ്ങൾ നടക്കുക. എങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗിരിയുമായി കരാറുണ്ടാക്കേണ്ടി വരും. അയ്യോ, അത് വേണ്ട സാർ. ഞങ്ങൾക്കിനി കാത്തിരിക്കാനാവില്ല പത്മനാഭൻ. നിങ്ങൾ കടിച്ച ലോട്ടറിയുടെ ടിക്കറ്റ് എന്തിനും മറ്റൊരാൾ കൊടുക്കണം? ഞങ്ങൾക്ക് പത്മനാഭനുമായി ഇടപാട് നടത്താൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. അയ്യോ, എന്ത് വേണമെന്ന് പത്മനാഭന് തീരുമാനിക്കാം. അലക്സേ, സാറേ, അതെ അതെ. മീനു, ഒന്ന് നിന്നെ, ഞാനൊന്ന് പറയുന്ന കേക്ക്. നീ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? നീ ഞാൻ തമ്മിൽ എന്താ ബന്ധം? എന്താ മീനു ഇങ്ങനെ പറയുന്നേ? നീയും ഞാനും ഒന്നല്ലേ? അല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. നീ ഇല്ലെങ്കിൽ ഞാനുണ്ടോ? എന്റെ ഹൃദയം സ്കാൻ ചെയ്താ അതിനകത്ത് മുഴുവനും നീ ആയിരിക്കും. ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാ ഞാൻ. അതിനിടയ്ക്ക് ഇമാതിരി ചളി തമാശകൾ ഇറക്കരുത് കേട്ടോ. അയ്യോ, ദേഷ്യം കൊണ്ട് മുഖം ചുമക്കുമ്പോ മീനുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മീനുവിന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ കടയിൽ വെച്ച് എന്നെ കണ്ടപ്പോ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? അത് പിന്നെ അവരെല്ലാരും കൂടെ അവിടെ വന്നു. എന്തു പിന്നെ? എന്നെ കണ്ട ഭാവം പോലും നീ കാണിച്ചില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള മട്ടിലല്ലേ നീ അവിടെ ഇരുന്നേ? അയ്യോ, അതിനൊരു കാരണമുണ്ട് മീനു. എന്ത് കാരണം? നിനക്ക് എന്നെ ഒഴിവാക്കണം, അത്ര തന്നെ. അയ്യോ, അങ്ങനെ നീ ചിന്തിക്കല്ലേ. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം? എന്റെ പൊന്നു മീനു, നമ്മുടെ ഈ ബന്ധം ഗിരിയാണോ പാർച്ചേച്ചി അറിഞ്ഞാ അവരപ്പ തന്നെ പോയി അച്ഛനോട് പറയും. അതുണ്ടാവാതിരിക്കാൻ അല്ലേ ഞാൻ അവിടെ വെച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നത്. അല്ല, അച്ഛനറിഞ്ഞ എന്താ കുഴപ്പം? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ഒരു ജിം ഇടട്ടെ, എന്നിട്ട് സാവകാശം അച്ഛനോടും അമ്മയോടൊക്കെ പറയാം. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞു എനിക്ക് അതുവരെയും കാത്തിരിക്കാൻ പറ്റില്ലെന്ന്. പ്ലീസ് മീനു, കാത്തിരിക്കണം. കാത്തിരുന്നേ പറ്റൂ. നടക്കില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അത്രയ്ക്ക് മോശം സിറ്റുവേഷൻ എന്റെ വീട്ടില്. അവിടെ എനിക്ക് വേണ്ടി കൊണ്ടുപിടിച്ച ആലോചന നടക്കുക. ആലോചനയല്ലേ, അത് വരും പോവും. എന്റെ മീനു ടെൻഷൻ ആവണ്ട. കല്യാണം നമ്മൾ തമ്മിൽ നടക്കും, അതുറപ്പാ. ഈ ഉറപ്പ് എനിക്ക് പോരാ. മീനുവിനെ പോലെ തന്നെ വളരെ മോശം സിറ്റുവേഷനിലാണ് ഞാനും ഉള്ളത്. നിനക്കെന്ത് സിറ്റുവേഷൻ? ഒരു സിറ്റുവേഷനും ഇല്ല. ഞാൻ അവസാനമായിട്ട് പറയുക, എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്ന് നമ്മുടെ കാര്യം പറഞ്ഞില്ലെങ്കിലേ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഒടുവിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ കരഞ്ഞിട്ടോ കാര്യം ഉണ്ടാവില്ല. അതെ, നീ ഒന്ന് സമാധാനിക്കേ. നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യാം. അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇന്ന് കടയിൽ വന്ന പോലെ നാളെ ഞാൻ നിന്റെ വീട്ടിൽ കയറി വരും, ഓർത്തോ? അച്ഛൻ മന്ത്രി കണ്ടിട്ട് എന്തായി? എല്ലാം കൈവിട്ടു പോയടാ. എന്താ കാര്യം? എന്തു പറ്റി? വസ്തു മുതലാളിയുടെ പേരിലല്ലെന്ന് മന്ത്രി അറിഞ്ഞു.
അതെങ്ങനെ അറിഞ്ഞു? അതറിയാനാണോ പ്രയാസം? ഒരു മന്ത്രി വിചാരിച്ചാൽ ഏത് വസ്തുവിന്റെ വിവരവും ആ സെക്കൻഡിൽ കിട്ടില്ലേ? എന്നിട്ട് വസ്തു ഗിരിയുടേതാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി. മന്ത്രി അതും പറഞ്ഞു. അത് പറഞ്ഞോടോ? അതിപ്പോ എല്ലാം അറിയുമല്ലോ. ഇപ്പൊ ആകെ പുലിമാലായെന്ന് പറഞ്ഞാ മതി. ബാധ്യത തീർത്ത് എത്രയും പെട്ടെന്ന് വസ്തു മുതലാളിയുടെ പേരിലായില്ലെങ്കിൽ അവർ കളം മാറും. അവർ നേരെ പോയി ഗിരിയെ കാണും, ഗിരിയുമായി കരാറുണ്ടാക്കും. അപ്പൊ ഗിരി ആരാകും? കോടീശ്വരനാകും. പത്മനാഭൻ മുതലാളിയെക്കാളും വലിയ പ്രമാണിയാവും. ഒരു കുരുക്ക് അഴിഞ്ഞു തുടങ്ങിയാൽ 9 കുരുക്ക് പിന്നാലെ അഴിയും. പത്മനാഭ മുതലാളി ഇതുവരെ കെട്ടിപ്പടുത്തതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. ഇല്ല, അതൊന്നും നടക്കില്ല. അവൻ ആ സ്വത്ത് വിട്ടുകൊടുക്കില്ല. ഹ്. ആ സ്വത്തെന്നല്ല, ഒരു സ്വത്തും. ഇരിയൊന്നും പടനിലത്തെ പട്ടിയ. അവൻ എന്നും ഇവിടത്തെ കാവൽ പട്ടി തന്നെ ആയിരിക്കണം. മോനെ, വേണ്ട, ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് ആരെയും കാണണ്ട. എന്നെ ആരും ഉപദേശിക്കണ്ട. ഒരു ഉപദേശം എനിക്ക് കേൾക്കുകയോ വേണ്ട. ഞാൻ നിന്നെ ഉപദേശിക്കാനല്ല വന്നത്. നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ പാർവതിയുടെ അന്ത്യം കണ്ടേ മതിയാകൂന്ന് എനിക്ക് ബോധ്യായി. അവളെ മാത്രമല്ല, അവനെയും തീർക്കണം. തീർക്കാം, രണ്ടിനെയും തീർക്കാം. മുത്തശ്ശി ഉണ്ടടാ നിന്റെ കൂടെ. പാർവതിയെയും ഗിരിയെയും തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിനക്ക് വേണ്ടി ഏത് വിധേനയും ഞാനത് ചെയ്യും. ഇത് തന്നെയാ നകുലനും പറഞ്ഞത്. കാത്തിരുന്നാ മതി. മോളെയും മരുമോനെയും കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കാമെന്ന് പത്മനാഭനും പറഞ്ഞു. എല്ലാരും നാക്കൊണ്ട് പറയുന്നതല്ലാതെ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. വേണ്ട, ആരും എൻ്റെ ഒപ്പം വേണ്ട. എനിക്കറിയാം നേരിട്ട് കളത്തിലിറങ്ങി രണ്ടിനെയും കൊന്നു വീഴ്ത്താൻ. ഞാൻ തന്നെ അത് ചെയ്യും. നീ സമാധാനായിട്ട് ഇവിടെ ഇരുന്നാ മതി. മുത്തശ്ശി തീരുമാനിച്ചത് മുത്തശ്ശി നടപ്പാക്കും. അധികം വൈകാതെ തന്നെ അവരുടെ ശവം കാണാനുള്ള ഭാഗ്യം മുത്തശ്ശി നിനക്കുണ്ടാക്കിത്തരാം. ഇത് മുത്തശ്ശിയുടെ വാക്കാ. ഈ ഭൂമിയിൽ എനിക്ക് ആകെ വിശ്വാസം എൻ്റെ മുത്തശ്ശിയെ മാത്രം. അതും കൂടി ഇല്ലാതാക്കരുത് എൻ്റെ മുത്തശ്ശി. ലളിതാമ്മ വെറും വാക്ക് പറയില്ല. അവരുടെ ശവം കാണാൻ നീ കാത്തിരുന്നോ.